നമസ്കാരം. ആദ്യം തന്നെ വൈകി എത്തിയതിൽ ഞാനൊരു ക്ഷമ ചോദിക്കുകയാണ്. എല്ലാ അസറ്റ് ഹോംസിൻ്റെ ഫംഗ്ഷനുകളെ പോലെയും ഞാൻ റെഡിയായി ഇരിക്കുകയും ഗൂഗിൾ മാപ്പിൽ നോക്കി ഇരിക്കുന്ന സ്ഥലവും വേദിയും തമ്മിലുള്ള സമയവും ഡിസ്റ്റൻസും കാൽക്കുലേറ്റ് ചെയ്ത് ദിലീപ് എന്നെ വിളിക്കുമ്പോൾ ഞാൻ ഇറങ്ങും എന്ന് പറഞ്ഞ് അവിടെ വെയിറ്റ് ചെയ്തിരിക്കാറാണ് പതിവ്. ശ്രീ ദിലീപ് കൃത്യമായിട്ട് എന്നെ 28 മിനിറ്റ് ആയിരുന്നു. അപ്പോൾ കൃത്യമായിട്ട് 7 മണിക്ക് ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് വിളിച്ചു. ഞാൻ 7 മണിക്ക് ഇറങ്ങി. 7:55 ഇവിടെ എത്തി. അപ്പോൾ അത് കൊച്ചിയിലെ റോഡുകൾ ആൻഡ് ട്രാഫിക് ഗൂഗിൾ മാപ്പിനെ പോലും വെല്ലുവിളിക്കുകയാണ് എന്ന യാഥാർത്ഥ്യം ഇന്ന് ഞാൻ ഒന്നുകൂടി മനസ്സിലാക്കിയിരിക്കുന്നു. സോ സോറി ഫോർ ബീയിങ് ലേറ്റ്. ഞാൻ എപ്പോഴും തമാശയ്ക്ക് ശ്രീ സുനിലിനടുത്ത് പറയും, ഈ ആഴ്ചതോറും പ്രോജക്റ്റുകൾ ഹാൻഡ് ഓവർ ചെയ്താൽ പറയാൻ പുതിയ കാര്യങ്ങൾ ഇല്ലാതെയാകും. ഞാൻ യാദൃശ്ചികമായിട്ട് ശ്രീ സുനിലിനെ പണ്ടൊരിക്കൽ ആദ്യമായി പരിചയപ്പെടുന്നത് ലണ്ടനിൽ വെച്ചിട്ടാണ്. എന്നെ അവിടെ ഒരു സൗത്ത് ഇന്ത്യൻ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ ഒരു ഗെറ്റ് ടുഗെദറിൽ സംസാരിക്കാൻ ക്ഷണിച്ചിരുന്നു. അപ്പോൾ അന്ന് ഇൻഫാക്ട് വെസ്റ്റ്മിനിസ്റ്റർ ആബിയിലെ അല്ലെ അവിടുത്തെ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ ഹാളിനകത്ത് വെച്ചിട്ടാണ് ഞാൻ ഇദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. അന്ന് സൗത്ത് ഇന്ത്യയിൽ ഫ്യൂച്ചർ ബ്രൈറ്റ് ഓണ്ടർപ്രന്യേഴ്സിനെ അവർ സ്പോട്ട് ചെയ്ത് ഓണർ ചെയ്ത കുറച്ച് ആൾക്കാരിൽ ഒരാൾ ശ്രീ സുനിലായിരുന്നു. അങ്ങനെ പരിചയപ്പെട്ടതിന് ശേഷം തിരിച്ച് നാട്ടിലെത്തി വീണ്ടും നമ്മൾ തമ്മിൽ ഇങ്ങനൊരു കൊളാബറേഷൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യാൻ കണ്ടുമുട്ടി. ആദ്യമായി ഞാൻ അസറ്റ് ഹോംസിൻ്റെ ഒരു ഹാൻഡിങ് ഓവർ ഫംഗ്ഷനിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് ഓർമ്മയില്ല, 10ാമത്തെയോ 15ാമത്തെയോ പ്രോജക്റ്റ് മറ്റോ ആണോ, അതോ എടപ്പള്ളിയിലായിരുന്നു അല്ലേ? ഒരു 10ഓ 15ഓ പ്രോജക്റ്റുകൾ ഹാൻഡ് ഓവർ ചെയ്ത് നിൽക്കുന്ന അസറ്റ് ഹോംസ് എന്ന ബ്രാൻഡിനെയാണ് ഞാൻ അന്ന് ബ്രാൻഡ് അംബാസിഡർ എന്ന നിലയ്ക്ക് ലോകത്തിന് മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത്. പക്ഷെ അന്നേ എനിക്ക് എന്തുകൊണ്ട് ശ്രീ സുനിലിനെ അന്ന് ലണ്ടനിൽ സൗത്ത് ഇന്ത്യൻ ചേംബർ ഓഫ് കോമേഴ്സ് കമൻമറേറ്റ് ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് നല്ലൊരു ധാരണ കിട്ടി. ആ ധാരണ എന്തുകൊണ്ടും ശരിവെക്കുന്ന മറ്റൊരു യാഥാർത്ഥ്യമാണ് ഇന്ന് 81ാമത്തെ പ്രോജക്റ്റ് അസറ്റ് ഹോംസ് ഹാൻഡ് ഓവർ ചെയ്യുന്ന ഈ സായാഹ്നം. എനിക്ക് തോന്നുന്നില്ല ഇത്രയും വോളറ്റൈലായ ഒരു മാർക്കറ്റിൽ ഇത്രയും ഇൻഡിസൈസീവായ സർക്കംസ്റ്റാൻസസിനിടയിലൂടെ ഒരു റിയൽ എസ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ ബ്രാൻഡിന് ഇത്രയും ഉറച്ച കാൽവെപ്പോടുകൂടി അടുത്തിടയ്ക്ക് ഇങ്ങനെ വളരാൻ സാധിച്ചിട്ടുണ്ട് എന്ന്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഇന്ന് ഹാൻഡ് ഓവർ ചെയ്യപ്പെടുന്ന അസറ്റ് ഹോംസിൻ്റെ 80th and 81st പ്രോജക്റ്റുകളിലേക്ക് കടന്നു വരുന്ന അസറ്റിൻ്റെ പുതിയ കുടുംബാംഗങ്ങളോട് ആസ് എ ബ്രാൻഡ് അംബാസിഡർ ഓഫ് ദ ബ്രാൻഡ്, വെൽക്കം ടു ദ ഫാമിലി. എപ്പോഴും ഞാൻ കരുതാറുണ്ട്, ഞാൻ പല അസറ്റിന് തന്നെ ഹാൻഡ് ഓവർ ഫംഗ്ഷൻസിലും പറഞ്ഞിട്ടുള്ളതാണ്, നമ്മളൊരു കൺസ്യൂമബിൾ വിൽക്കുന്ന പോലെ അല്ലല്ലോ, ഒരു ഭക്ഷണ പദാർത്ഥമോ അല്ലെങ്കിൽ ഒരു തുണിയോ ഒക്കെ വിൽക്കുന്നത് പോലെ അല്ല. ഞാൻ കല്യാൺ സിൽക്സിൻ്റെയും ബ്രാൻഡ് അംബാസിഡറാണ്. അപ്പോൾ അത് പറയുന്നതിൽ അഭംഗിയില്ല എന്ന് കരുതുന്നു. കാരണം ഒരു കൺസ്യൂമബിൾ വിൽക്കുന്ന പോലെ അല്ല. നമ്മൾ ഒരിക്കൽ ഉപയോഗിച്ചു, ഇഷ്ടപ്പെട്ടില്ല, വീണ്ടും അത് വാങ്ങിക്കാതിരിക്കാനുള്ള ലിബർട്ടി ഒരു കൺസ്യൂമറിനുണ്ട്. പക്ഷെ ഒരു വീട് പണിത് കൊടുക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഒരു കൺസ്യൂമറുമായിട്ട് സംസാരിക്കുന്നത് ഒരു ഇമോഷണൽ തലത്തിലാണ്. ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേരുടെയും ലൈഫ് സേവിങ്സ് സ്വരുക്കൂട്ടി അവർ വാങ്ങിക്കുന്ന ആദ്യത്തെ ഒരു വീടായിരിക്കാം ഇന്ന് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യപ്പെടുന്നത്. അതല്ലെങ്കിൽ ലൈഫിൻ്റെ മറ്റൊരു ഘട്ടത്തിൽ എത്തി നിന്ന് ഇനിയൊരു വീടില്ല, ഇതാണ് എൻ്റെ ശിഷ്ടകാലം ഞാൻ ചെലവാക്കാൻ പോകുന്ന ഒരു ഭവനം എന്ന രീതിയിൽ അവർ എത്തിച്ചേർന്നൊരു ഡിസിഷനായിരിക്കാം ഇന്ന് അവർ കൈപ്പറ്റുന്ന അവരുടെ വീട് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ഇമോഷണലായ ഒരു പൊസഷനാണ് വീട് എന്ന് പറയുന്നത്. അങ്ങനെ തന്നെ നോക്കുമ്പോൾ 2 ക്രൈറ്റീരിയ ഓഫ് കസ്റ്റമേഴ്സാണ് ഏറ്റവും ഡിസേണിങ് എന്ന് ഞാൻ കരുതുന്നത്. ഒന്ന്, ലൈഫിൽ ആദ്യമായിട്ട് ആദ്യത്തെ സ്വന്തം വീട് സ്വന്തമാക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന ഒരു ക്രോസ് സെക്ഷൻ ഓഫ് കൺസ്യൂമർ അല്ലെങ്കിൽ കസ്റ്റമർ. ഒരുപാട് ചിന്തിച്ച്, ഒരുപാട് പഠിച്ച്, ഇന്ന് ഒരുപാട് ചോയ്സസ് ഉണ്ടല്ലോ, അസറ്റ് മാത്രമൊന്നുമല്ല, ഒരുപാട് ചിന്തിച്ച് പഠിച്ച് അവരുടേതായ രീതിയിൽ റിസർച്ച് ചെയ്ത് ഗവേഷണം നടത്തി ഒടുവിൽ ഇന്ന ബ്രാൻഡിൻ്റെ ഇന്ന ഫ്ലാറ്റ് വാങ്ങാം എന്ന് തീരുമാനിക്കുന്ന ഒരു സെക്ഷൻ ഓഫ് കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ്. അവർ ഒരു നല്ല പാരാമീറ്ററാണ് അളക്കാൻ ഒരു ബ്രാൻഡിൻ്റെ ക്രെഡിബിലിറ്റിയെ. 2, ഒരു ബ്രാൻഡിൻ്റെ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന് കുറച്ചുകൂടെ വലിയ വീട് വേണം, അല്ലെങ്കിൽ ഒരു പുതിയ വീട്ടിലേക്ക് താമസം മാറണം, അല്ലെങ്കിൽ ഫാമിലി കുറച്ച് വലുതായി കുറച്ചുകൂടെ സ്പേസ് വേണം, സോ ലെറ്റ്സ് മൂവ് ടു എ ന്യൂവർ ഹൗസ്, ബിഗർ പ്ലേസ് എന്ന് ചിന്തിക്കുന്നവർ അതേ ബ്രാൻഡിൻ്റെ തന്നെ പുതിയൊരു വീട് വാങ്ങിക്കുകയാണെങ്കിൽ അതൊരു വളരെ ഡിസേണിങ് ആയ മറ്റൊരു ക്രോസ് സെക്ഷനാണ് ഒരു ബ്രാൻഡിൻ്റെ ട്രസ്റ്റ്, ക്രെഡിബിലിറ്റി ഒക്കെ അളക്കാൻ വേണ്ടി. ഞാൻ ശ്രീ സുനിലിനെ വിളിച്ച് ഇതുവരെ റെക്കമെൻഡേഷൻസ് കൊടുത്തിട്ടുള്ളത്, ഇങ്ങനെ ഒരാൾ വിളിക്കും, ഒരു ഡിസ്കൗണ്ട് കൊടുക്കണേ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കൊടുക്കാറൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് അതൊന്നും എനിക്കറിയില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കാറുണ്ട്.
ഞാൻ ശ്രീ സുനിലിനെ വിളിച്ചിട്ട് ഇങ്ങനെ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളവരെല്ലാവരും ഈ 2 ഗണത്തിൽ പെടുന്നവരാണ്. ഒന്നുകിൽ അവരുടെ ആദ്യത്തെ വീട്, എൻ്റെ തന്നെ കൂടെ വർക്ക് ചെയ്യുന്ന അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്, അങ്ങനെയുള്ള ആൾക്കാർ, ചേട്ടാ ഞങ്ങൾക്ക് മറ്റേ അസറ്റിൻ്റെ അവിടുത്തെ ഫ്ലാറ്റിൽ ഒരു ഫ്ലാറ്റ് ഇങ്ങനെ നോക്കി വെച്ചിട്ട് ഒരു ഡിസ്കൗണ്ട് വാങ്ങിച്ചു തരുമെന്ന് ചോദിച്ച് ആദ്യമായി വീട് വാങ്ങിക്കുന്ന ആൾക്കാർ. അല്ലെങ്കിൽ ഓൾറെഡി അസറ്റിൻ്റെ ഏതെങ്കിലും പ്രോപ്പർട്ടിയിൽ താമസിച്ചിട്ട് ഇപ്പം ഞങ്ങൾക്കൊരു 2 bedroom ഫ്ലാറ്റാണ്, അപ്പോൾ ഒരു 3 bedroom അപ്പുറത്ത് മറ്റേ ബിൽഡിങ്ങിൽ അവൈലബിൾ ആണെന്ന് കേട്ടു. അപ്പോൾ ഈ 2 സെക്ഷൻ ഓഫ് കസ്റ്റമേഴ്സ് വീണ്ടും അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ദേ ആർ ഹാപ്പി വിത്ത് വാട്ട് ദേ ഹാവ്, അല്ലെങ്കിൽ ദേ ആർ ഹാപ്പി വിത്ത് വാട്ട് ദേ ഹാവ് ഡിസൈഡഡ് ടു ബൈ. അപ്പോൾ അതൊരു വലിയ ഡിമാർക്കേഷനാണ് ഒരു ബ്രാൻഡിൻ്റെ എക്വിറ്റി, ബ്രാൻഡിൻ്റെ ട്രസ്റ്റ്, ബ്രാൻഡിൻ്റെ ക്രെഡിബിലിറ്റി. ഇൻ ദാറ്റ് സെൻസ് ഞാൻ വളരെ പ്രൗഡാണ്, ഐ എം വളരെ അഭിമാനപൂർവ്വം അസറ്റ് ഹോംസിൻ്റെ ബ്രാൻഡ് അംബാസഡറാണ് എന്ന് പറയുന്ന ഒരാളാണ്. കാരണം ഇന്ന് വരെ ഒരു പരാതി എനിക്ക് കേൾക്കേണ്ടി വന്നിട്ടില്ല. എപ്പോഴും എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട്, ഞാൻ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ വളരെ പരിചയമുള്ള ആൾക്കാരെ പോലെ പലപ്പോഴും എൻ്റെ അടുത്ത് വന്ന് ഷൂട്ടിങ്ങിനൊക്കെ, ഇപ്പം ഞാൻ ഒരു സ്ഥലത്ത് ഇപ്പോൾ അടുത്തിടയ്ക്ക് എംബ്രാൻ്റെ ഒരു ഷൂട്ട് വന്നപ്പോൾ ഒരു ഷൂട്ടിംഗ് കാണാമെന്ന ആൾ എന്നെ പരിചയപ്പെടുന്നത്, വളരെ പരിചയമുള്ള ഒരാളെ പോലെ പറയുന്നത് ഞങ്ങൾ അസറ്റ് ഹോംസിലാണ് താമസിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സെൻസ് ഓഫ് ഫാമിലി, ആ ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ് I think speaks a lot about the brand. So once again ഇന്നിവിടെ എത്തിച്ചേർന്നതിൽ ഒരുപാട് സന്തോഷം. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒട്ടും വൈകാതെ അസറ്റിൻ്റെ 100ാമത്തെ ഹാൻഡ് ഓവർ നമുക്ക് ആഘോഷിക്കാൻ സാധിക്കും. അന്ന് ഇതുപോലൊന്നും പോരാ, കുറച്ചുകൂടെ വലിയ പരിപാടി ആയിരിക്കണം. പിന്നെ സീനിയർ ലിവിങ് സംസാരിക്കണമെന്ന് കരുതിയ മറ്റൊരു കാര്യമാണ്. ഈ ഒരു കോൺസെപ്റ്റ് ആദ്യം ശ്രീ സുനിൽ എന്നോട് പറഞ്ഞപ്പോൾ ആക്ച്വലി ഐ വാസ് റിയലി സർപ്രൈസ്ഡ് ദാറ്റ് നമ്മുടെ നാട്ടിലെ ഒരു ബിൽഡർ അല്ലെങ്കിൽ ഒരു വീടുകൾ വെച്ച് കൊടുക്കുന്ന ഒരാൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചു വന്നു. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുള്ള കാര്യമാണ്. എനിക്കൊരു 10 വയസ്സായ മോളാണ്, ഒരു കുട്ടിയുണ്ട്. നമ്മളൊരു പുതിയ സ്ഥലത്തേക്ക് താമസം മാറുമ്പോൾ അല്ലെങ്കിൽ ഒരു പുതിയ പ്രോപ്പർട്ടി വാങ്ങിക്കുമ്പോൾ എൻ്റെ ഭാര്യ പ്രത്യേകിച്ച് അന്വേഷിക്കുന്ന ഒരു കാര്യം, കുട്ടികളുണ്ടോ ഇവിടെ, വേറെ കുട്ടികളുണ്ടോ, അവളുടെ പ്രായത്തിലുള്ള അവൾക്ക് കളിക്കാൻ പറ്റുന്ന കുട്ടികളുണ്ടോ എന്നാണ് ആദ്യം ചോദിക്കുന്ന ചോദ്യങ്ങളിലൊന്ന്. ഞാൻ എപ്പോഴും ആലോചിക്കും, നമ്മുടെ കൂടെ അച്ഛനമ്മമാർ താമസിക്കുമ്പോൾ ഇവിടെ പ്രായമായവരുണ്ടോ, അവർക്ക് അവരുടെ ഏജ് ഗ്രൂപ്പിൽ അവർക്ക് ഒരു കമ്പനി കൊടുക്കാൻ പറ്റിയ ആൾക്കാർ ഇവിടെ ഉണ്ടോ എന്ന് നമ്മൾ ആരും അന്വേഷിക്കാറില്ല. അത് ആക്ച്വലി അന്വേഷിക്കേണ്ടതാണ്. കാരണം ഒരു പെർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പ് കഴിയുമ്പോൾ ദേ വുഡ് പ്രിഫർ, വൈകുന്നേരം ആകുമ്പോൾ അവർക്ക് അവരുടെ കമ്മ്യൂണിറ്റി ലിവിങ്ങിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണ്, എന്തുകൊണ്ടാണ് കമ്മ്യൂണിറ്റി ലിവിങ് പോപ്പുലർ ആകുന്നത്? ലൈക്ക് മൈൻഡഡ് ആയ, നമ്മളെപ്പോലെ തന്നെയുള്ള, നമുക്ക് സംസാരിക്കാനും സമയം ചെലവഴിക്കാനും കഴിയുന്ന അയൽവാസികൾ ഉണ്ടാവുക, ലിവ് ഇൻ എ കമ്മ്യൂണിറ്റി, വിത്തിൻ എ കമ്മ്യൂണിറ്റി എന്ന അതുകൊണ്ടാണല്ലോ. ബിക്കോസ് ആസ് ഹ്യൂമൻ ബീങ്സ് വി ആർ എ നമ്മളൊരു കമ്മ്യൂണിറ്റി ലിവിങ്ങിന് വേണ്ടി പ്രോഗ്രാം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സ്പീഷീസാണ്. പക്ഷെ പലപ്പോഴും അച്ഛൻ്റെ അമ്മയുടെയും അല്ലെങ്കിൽ അപ്പൂപ്പൻ്റെയും അമ്മയുടെയും ഗ്രാൻഡ് പേരൻസിൻ്റെ ഒന്നും കാര്യം നമ്മൾ അങ്ങനെ ഓർക്കാറില്ല, കുട്ടികളെ പറ്റി ഓർക്കാറുണ്ട്. ആ കോൺസെപ്റ്റ് നമ്മുടെ നാട്ടിൽ ഒരു സീനിയർ ലിവിങ് എന്ന കോൺസെപ്റ്റ് കൊണ്ടുവരുന്നു എന്നതിൽ ഐ എം റിയലി ഹാപ്പി. എനിക്ക് എൻ്റെ അമ്മ പോലും എന്നോട് ചോദിക്കാറുണ്ട്, എടാ ഇവിടെ ആരും വർത്താനം പറയാനൊന്നും ആരും ഇല്ല എന്ന് അമ്മ പോലും ചോദിക്കാറുണ്ട്. സോ അത് ഐ ട്രൂലി തിങ്ക് ഒരു ലൈഫ് സ്റ്റൈൽ എവല്യൂഷനാണ്. അതിൽ ഒരു പൈനിയർ എന്ന നിലയ്ക്ക് അസറ്റ് ഹോംസ് വേൾഡ് ലീഡേഴ്സ് എന്ന് തന്നെ പറയാൻ പറ്റുന്ന കൊളംബിയ പസഫിക് ലിവിങ്ങുമായിട്ട് ചേർന്ന് നമ്മുടെ നാട്ടിൽ ആ കോൺസെപ്റ്റ് കൊണ്ടുവരുന്നു എന്ന് പറയുന്നതിൽ ഒരുപാട് സന്തോഷം, അഭിമാനം. ഐ ഹോപ്പ് ലോട്ട് ഓഫ് യു, നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ നിങ്ങളുടെ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും സന്തോഷമായിട്ട് കമ്പനി കൂടി അവരുടെ ഏജ് ഗ്രൂപ്പിൽ ഒരു ലൈഫ് സ്റ്റൈൽ കണ്ടെത്താൻ അസറ്റിൻ്റെ ഈ കോൺസെപ്റ്റ് സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു വൺസ് അഗെയിൻ ആൻഡ് ഗ്രേറ്റ് ടു ബി ഹിയർ ആസ് ഓൾവേസ്. വൺസ് അഗെയിൻ